ഒട്ടും എണ്ണയില്ലാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള സ്നാക്സാണ് കേട്ടോ ഇത് ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ഡിന്നറിനാണെങ്കിലും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു 3/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ചേർത്തിയാലും മതി കേട്ടോ. ഏതെങ്കിലും ഒന്ന് എന്തായാലും ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂണ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 3/4 കപ്പ് തൈരും കൂടെ ഒഴിച്ചു കൊടുക്കാം. തൈരും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കെല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചെടുക്കണം. അപ്പോൾ തൈര് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ. തൈര് ഒഴിച്ചെടുക്കുമ്പോൾ അത്യാവശ്യം നനവുണ്ടാവുമല്ലോ. പിന്നെ നമുക്ക് ബാക്കി കുറവുള്ളെങ്കിൽ നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുത്ത ഗോതമ്പ് പൊടിൻ്റെ ഒരു ക്യാരറ്റിനനുസരിച്ച് വെള്ളത്തിന് മാറ്റം ഉണ്ടാവും കേട്ടോ. നമ്മൾ ആട്ടപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആട്ടപ്പൊടിക്ക് കുറച്ച് വെള്ളം മതിയാകും കേട്ടോ. അപ്പോൾ ഒരു 1/2 കപ്പ് തികച്ച് വെള്ളം ഇതിലോട്ട് ആവശ്യം വന്നിട്ടില്ല കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ച് ഓയിലും കൂടെ ഒന്ന് തൂവി കൊടുക്കാം. ഇത് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ഒരു 10 മിനിറ്റ് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇതിൻ്റെ മുകൾ ഭാഗം ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലൊന്ന് ബ്രഷാക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമ്മളിത് അവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമ്മളൊരു 1/4 കപ്പ് സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലോട്ട് ഒരു 1/2 കപ്പ് സ്വീറ്റ് കോൺ കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4 കപ്പ് ക്യാപ്സിക്കം കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 കപ്പ് പനീർ കേട്ടോ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ചീസും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ വിതറി കൊടുക്കാം. അപ്പോൾ ചില്ലി ഫ്ലേക്സും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുഴച്ചെടുത്ത ഗോതമ്പ് മാവ് ഓരോ ബോൾസ് ആക്കിയിട്ട് എടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ ബോൾസാക്കി എടുക്കൂലേ, അതൊക്കെ ഒരു വലുപ്പത്തിൽ നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ബാക്കിയുള്ള നമുക്ക് ഇതേപോലെ ഓരോ ബോൾസാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇത് നമ്മൾ പത്തിരിപ്പലക എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് അരിപ്പൊടി ഒന്ന് വിതറി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഓരോ ബോൾസ് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ച് എള്ള് വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ. കറുത്ത എള്ളും അതേപോലെ തന്നെ കുറച്ച് വെളുത്ത എള്ളും കൂടെ വിതറി കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു തണ്ട് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിർബന്ധമുള്ള കാര്യം തന്നെ, നമുക്കിത് ചുട്ടെടുക്കുന്ന സമയത്ത് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് ഒന്നും കൂടി ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ സാധാരണ ഒരു പത്തിരിൻ്റെ വലിപ്പം ഉണ്ടാവില്ല, ആ ഒരു വലിപ്പത്തിൽ നമുക്കിത് പരത്തിയെടുക്കാം കേട്ടോ. ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് മറിച്ച് വെച്ചതിന് ശേഷം ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഫില്ലിങ് നമുക്ക് നിറച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഫില്ലിങ് നിറച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതൊന്നും നമുക്ക് ഇതേപോലെ തന്നെ ഇതേ മെത്തേഡ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ചുട്ടെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലോട്ട് ഓരോന്നായിട്ട് വെച്ചെടുക്കാം. അപ്പോൾ ഓയിലോ നെയ്യോ ഒന്നും ആക്കി കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 1.5 മിനിറ്റ് സമയം ഇതേപോലെ തന്നെ വെച്ചെടുക്കാം കേട്ടോ. ഇത് നമുക്ക് മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല.
അപ്പോൾ ഇത് അടിഭാഗമൊക്കെ ഒന്ന് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു അരമിനിറ്റോളം സമയം നമുക്കിത് മറിച്ചിട്ട് കൊടുത്തിട്ടൊന്ന് കുക്കാക്കി എടുക്കട്ടോ. ലോ ഫ്ലെയിമിൽ തന്നെ ആക്കിയെടുക്കണം. അപ്പോൾ ഇത് 2 ഭാഗം കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നുകൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒന്നുകൂടി മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ പുറം ഭാഗത്തായിട്ട് കുറച്ച് ഓയിലൊന്ന് ബ്രഷാക്കി കൊടുക്കട്ടോ. ഓയിലോ നെയ്യോ എന്തെങ്കിലും ഒന്ന് ബ്രഷാക്കി കൊടുക്കുക. നല്ല അടിപൊളിയായിട്ടുള്ള സ്നാക്സാണ് കേട്ടോ ഇത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഡിന്നറിനൊക്കെ ഉണ്ടാക്കിയെടുക്കട്ടോ. അപ്പോൾ കുട്ടികൾക്കായാലും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാത്തിൻ്റെ മുകളിൽ ഓയിലാക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് ഒന്നുകൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് 1/2 മിനിറ്റ് സമയം ഇതേപോലെ ഒന്ന് വെച്ചെടുക്കട്ടോ. ലോ ഫ്ലെയിമിൽ തന്നെ വേണം വെച്ചെടുക്കാൻ. എന്നിട്ട് വീണ്ടും ഇത് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫില്ലിങ് ഉണ്ടാക്കിയെടുത്തപ്പോൾ കുറച്ച് ചീസൊക്കെ ചേർത്ത് കൊടുത്തതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ കഴിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ കുറച്ച് ടൊമാറ്റോ സോസും കുറച്ച് മയോണൈസും കൂടെ മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലോട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ട് വേണമെങ്കിലും കഴിക്കാം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഫില്ലിങ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിലോട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക.